ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു നോർത്ത് ഇന്ത്യൻ ധാബ സ്റ്റൈലിലുള്ള ഒരു മുട്ടക്കറിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളുടെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ മുട്ടക്കറി തയ്യാറാക്കുന്നതെന്ന്. മുട്ടക്കറി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത്. വെജിറ്റബിൾ ഓയിൽ യൂസ് ചെയ്യാം, വെളിച്ചെണ്ണ യൂസ് ചെയ്യരുത്. നോർത്ത് ഇന്ത്യൻ ഡിഷിനൊന്നും നമ്മൾ വെളിച്ചെണ്ണ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഓതൻറ്റിക് ടേസ്റ്റ് കിട്ടില്ല. ഇനി അതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. നല്ല രീതിയിൽ മിക്സ് ചെയ്യാം. ഞാനിവിടെ ഗ്യാസ് ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ പൊടി എല്ലാം കരിഞ്ഞു പോവും. നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യുക, പൊടി കരിയാൻ പാടില്ല. ഇനി ഇതിലേക്ക് നമുക്ക് മുട്ട ആഡ് ചെയ്യാം, പുഴുങ്ങി വെച്ചിരിക്കുന്നത്. ഞാനിങ്ങനെ ഫോർക്ക് കൊണ്ട് കുത്തിയിട്ടാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് കത്തി കൊണ്ട് വരഞ്ഞിട്ട് വേണമെങ്കിലും ആഡ് ചെയ്യാം, അത് അവരവരുടെ ഇഷ്ടമാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 4 മുട്ടയാണ്. ഇന്ന് ഞാൻ തയ്യാറാക്കുന്ന ഗ്രേവിയിൽ നമുക്ക് 4 മുതൽ 6 മുട്ട വരെ നമുക്ക് യൂസ് ചെയ്യാം. മിക്സ് ചെയ്ത് കൊടുക്കുക. മുട്ടയൊന്നും ഉടയാതെ പതുക്കെ തിരിച്ചും മറിച്ചും ഇട്ട് ഈ മസാലയിൽ നല്ല രീതിയിൽ ഈ മുട്ട കോട്ട് ചെയ്തെടുക്കാം. മുട്ട മസാലയിൽ നല്ല പോലെ കോട്ടായിട്ട് വന്നിട്ടുണ്ട്, കുറച്ച് മുരിഞ്ഞിട്ടുമുണ്ട്. ഇങ്ങനെയാണ് വേണ്ടത്. നമുക്കിനി ഇത് മാറ്റി വയ്ക്കാം. നമുക്ക് മുട്ടക്കറിക്ക് വേണ്ടിയിട്ടുള്ള ഗ്രേവി തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ വേറൊരു പാന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഞാൻ സൺഫ്ലവർ ഓയിൽ ഒഴിക്കുകയാണ്. നിങ്ങൾക്ക് വെജിറ്റബിൾ ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനിനി ഇതിലേക്ക് കുറച്ച് സ്പൈസസ് ആഡ് ചെയ്യാണ്. ഒരു ചെറിയ കഷ്ണം പട്ട, 2 ഏലക്ക, 3 ഗ്രാമ്പു, 1 ടീസ്പൂണോളം ജീരകം ചേർത്ത് കൊടുക്കുകയാണ്. എണ്ണ ഇപ്പോൾ ഭയങ്കരമായിട്ട് ചൂടായിട്ടൊന്നുമില്ല, ചെറുതായിട്ടൊരു ചൂടേ ഉള്ളൂ. നമ്മൾ ആ ടൈമിൽ വേണം ജീരകമൊക്കെ ആഡ് ചെയ്യാൻ, ഇല്ലെങ്കിൽ ഇട്ട വഴിക്കാൻ അങ്ങ് കരിഞ്ഞു പോവും. ജീരകം ചെറുതായിട്ട് മൂത്തിട്ടുണ്ട്, നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ജീരകമൊക്കെ നല്ല മൂത്തിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഞാനിവിടെ ഒരു 2 മീഡിയം സൈസ് സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 2 പച്ചമുളക് ഞാൻ വട്ടത്തിൽ എരിഞ്ഞതാണ്, അതും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ആഡ് ചെയ്യാണ്. ഇനി ഈ ഉള്ളി നല്ല രീതിയിൽ ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ നമ്മൾ വഴറ്റുക. നല്ല രീതിയിൽ വഴറ്റി കൊടുക്കുക. ഉള്ളി ഗോൾഡൻ നിറം ആകുന്നതിന് മുന്നേ ഒരു ലൈറ്റായിട്ട് കളർ ഷെയ്ഡ് വരുമ്പോഴത്തേക്ക് നമ്മളിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നല്ല പോലെ വഴറ്റിയെടുക്കുക. ഉള്ളി ചെറുതായിട്ട് കളർ മാറിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്തിരിക്കുകയാണ്. ഞാനൊരു 1/2 ടീസ്പൂണാണ് ചേർത്തത്. നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഈ ഉള്ളി നല്ല ബ്രൗൺ കളർ ആവുന്നത് വരെ നമ്മൾ വഴറ്റി കൊടുത്തുകൊണ്ടിരിക്കുക. ഉള്ളി നല്ല ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യം തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുക. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുക. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് ചതച്ചത്,
1 ടീസ്പൂൺ ഗരം മസാല പൊടി. നല്ലപോലെ മിക്സ് ചെയ്യുക. ഈ പൊടികളുടെയൊക്കെ പച്ച ടേസ്റ്റ് മാറുന്ന വരെ നല്ല രീതിയിൽ വഴറ്റി കൊടുക്കുക. നമ്മളിട്ട പൊടിയെല്ലാം നല്ല രീതിയിൽ മൂത്ത് വന്നിട്ടുണ്ട്. നല്ലൊരു മണം വരുന്നുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് തക്കാളി അരച്ചതാണ്. ഞാൻ ഇതിലേക്ക് 1.5 തക്കാളി, ഒരു വലിയ തക്കാളി, ഒരു ചെറിയ തക്കാളിയുടെ പകുതിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നല്ല രീതിയിൽ പേസ്റ്റ് ആക്കിയിട്ടുണ്ട്. അത് ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ തക്കാളി എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഈ കറിക്ക് 1 മുതൽ 3 തക്കാളി വരെ എടുക്കാം. പുളി ഇല്ലാത്ത തക്കാളി ആണെങ്കിൽ 3 എണ്ണം വരെ എടുക്കാവുന്നതാണ്. പക്ഷേ പുളി ഉള്ളതാണെന്നുണ്ടെങ്കിൽ നമുക്ക് 1.5 തക്കാളിയൊക്കെ ആയിരിക്കും ചേർക്കുന്നത് നല്ലത്. ഇല്ലെങ്കിൽ കറിക്ക് ഒരു വല്ലാത്തൊരു പുളിപ്പ് ടേസ്റ്റ് ആയിരിക്കും. നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുക. ഇനി ഈ തക്കാളി ഇതിലെ വെള്ളമെല്ലാം വറ്റി നല്ലൊരു ഡ്രൈ ആയിട്ട് ഇതിൽ നിന്ന് എണ്ണ തെളിഞ്ഞ് വരുന്നത് വരെ നമ്മൾ നല്ലപോലെ വഴറ്റി കൊടുക്കുക. തക്കാളിയിലേക്ക് ഇതുവരെ ഞാൻ ഉപ്പ് ആഡ് ചെയ്തില്ല. ഞാൻ ഉപ്പ് ആഡ് ചെയ്യുകയാണ്. ഉപ്പൊക്കെ നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് ആഡ് ചെയ്യുക. നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. എണ്ണ തെളിഞ്ഞ് വരുന്നത് വരെ വഴറ്റി കൊടുക്കുക. തക്കാളിയിൽ എണ്ണയെല്ലാം തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഗ്രേവിക്ക് ആവശ്യമായിട്ട് ആദ്യം തന്നെ ഒരു ഗ്ലാസ് ചെറു ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഇനിയും വെള്ളം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചേർക്കാവുന്നതാണ്. അപ്പോൾ എനിക്ക് ഇതിപ്പം ഗ്രേവി നമ്മൾ തിളച്ചതിന് ശേഷം നമുക്ക് ഇത്രയും ഗ്രേവിയാണ് വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ചുകൂടെ വെള്ളം ചേർക്കുകയാണ്. 1/2 ഗ്ലാസ് ചെറു ചൂടുവെള്ളവും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ സമയത്ത് ഉപ്പിൻ്റെ അളവൊക്കെ നോക്കുക. നമ്മുടെ ഉപ്പൊക്കെ കറക്റ്റ് ആണോ എന്നൊക്കെ ഒന്ന് നോക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന മുട്ടയും കൂടെ ചേർത്ത് കൊടുക്കുക. അതിലെ എണ്ണയൊന്നും കളയണ്ട. അതും കൂടെ ഈ കറിയിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം തുറന്നിട്ട് തന്നെ നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. തിളച്ചതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് വേവിക്കാം. തിളച്ചിട്ടുണ്ട്. നമുക്കിനി അടച്ചു വെച്ച് 10 മിനിറ്റ് കറി ഒന്ന് വേവിക്കാം. 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഒന്ന് ചെറുതായിട്ട് വറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചു വെക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് തുറന്നിട്ടിട്ട് തന്നെ ഒരു 5 മിനിറ്റും കൂടി കറി ഒന്ന് വേവിക്കാം. അപ്പോഴത്തേക്ക് ഇതിൻ്റെ കറിയിലെ എണ്ണയൊക്കെ തെളിഞ്ഞു വരും. അതാണ് പരുവം. പിന്നെ ഒരു 10 മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇനി ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഫ്രഷ് ക്രീമാണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ചേർത്താൽ മതി. നിങ്ങൾക്ക് കറിക്കൊരു നല്ലൊരു റിച്ച് ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ക്രീം ചേർക്കുന്നത്. ക്രീം ഇഷ്ടമില്ലാത്തവർക്ക് ഒരു 10 കശുവണ്ടി ചൂടുവെള്ളത്തിലിട്ട് കുതിർത്ത ശേഷം അരച്ച് നമുക്ക് ഈ കറിയിലേക്ക് ചേർക്കാവുന്നതാണ്. പക്ഷേ കശുവണ്ടിയാണ് ചേർക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഗ്രേവിയിലേക്ക് വെള്ളം ഒഴിച്ചില്ലേ, ആ ടൈമിൽ നമ്മൾ കശുവണ്ടിയും കൂടെ ചേർക്കണം. അതൊന്ന് കുക്കായാലേ ആ ഒരു പച്ച ടേസ്റ്റ് മാറുള്ളൂ. പക്ഷെ ഞാനിന്ന് കശുവണ്ടിക്ക് പകരം ചേർക്കുന്നത് ഫ്രഷ് ക്രീമാണ്. ഫ്രഷ് ക്രീം ചേർത്താലും അതേ ടേസ്റ്റ് തന്നെ കിട്ടുന്നത്. ഞാനൊരു 2 ടീസ്പൂണാണ് ഫ്രഷ് ക്രീം ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കാൻ പോകുന്ന ഒരു 2 പിടി മല്ലിയിലയാണ്. നല്ല ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് 1 ടീസ്പൂണോളം കസ്തൂരി മേത്തിയാണ്. കസ്തൂരി മേത്തി നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ഉലുവയുടെ ഇല ഉണക്കിയെടുത്തതാണ് ഈ കസ്തൂരി മേത്തി. നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മുടെ കറി ഒരുപാട് തിളയ്ക്കേണ്ട ആവശ്യമില്ല. ഒരു 10 സെക്കൻഡോളം തിളച്ചാൽ മതിയാവും. നമ്മുടെ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമ്മുടെ കറി ചെറുതായിട്ട് തിളച്ചിട്ടുണ്ട്. ഇത്രയും മതിയാവും. അങ്ങനെ നമ്മുടെ ധാബ സ്റ്റൈൽ എഗ് കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും എല്ലാവർക്കും ഇഷ്ടപ്പെടും. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.